സുന്നി ഐക്യത്തെ CPM-ഉം കോൺഗ്രസും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് MV ഗോവിന്ദനും VD സതീശനും പ്രതികരിച്ചു. ഞങ്ങൾ എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അത് ഓരോ കാറ്റഗറിയല്ല, ലോകം മുഴുവൻ ഐക്യബോധത്തോടെ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് ഇന്ന ഐക്യം വേണം എന്ന് ചോദിക്കേണ്ട, എല്ലാ ഐക്യം വേണമെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ചേർന്ന് മുമ്പോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. ഞങ്ങൾ അതിനെ എല്ലാത്തിനെയും സ്വാഗതം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് SNDP NSS-ഉം കൂടി ചേരാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഞാൻ അതിനെ എതിർക്കുമെന്ന്. ഞാൻ ആര് യോജിക്കുകയില്ല. ഭാരത് ജോഡോ യാത്ര നടത്തിയ, ഭാരതം ഒന്നിക്കണമെന്ന് പറഞ്ഞ് യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയുടെ അനുയായികളാണ് ഞങ്ങൾ. എല്ലാവരും ഒന്നിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ സ്ഥലത്തും ആ ഒന്നിക്കലാണ് വേണ്ടത്, ഭിന്നിപ്പല്ല വേണ്ടത്. ഭിന്നിപ്പിനെയാണ് നമ്മൾ ഭയത്തോടു കൂടി നോക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. മലബാറിൽ, കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. മലബാറിൽ അടക്കം ആ രാഷ്ട്രീയ മാറ്റം പ്രതിഫലിക്കും. ഇനിയുള്ള സമയം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അത്തരം ചർച്ചകൾ വരട്ടെ, നമ്മളതിനെ സ്വാഗതം ചെയ്യാം. പി സുജിത്ത് കൂടി നമുക്കൊപ്പമുണ്ട്. പി സുജിത്ത്, ഇപ്പോൾ കോൺഗ്രസും CPM-ഉം സ്വാഗതം ചെയ്തിരിക്കുന്നു. നേരത്തെ SNDP NSS ഐക്യം പോലെ ഒന്ന് നമ്മൾ കേട്ടതാണ്, പക്ഷെ അതുപോലെ പാടില്ല എന്ന് കരുതുന്നു. ഐക്യമില്ലെങ്കിലും ഒരുപക്ഷേ സഹകരണമായിരിക്കുമോ രണ്ടുപേരും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഐക്യം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മേൽവിലാസങ്ങൾ നഷ്ടപ്പെടുക, അവരുടെ കൈകാര്യം ചെയ്തിരിക്കുന്ന സ്വത്തുവകകളുടെ കാര്യത്തിൽ ലയനമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ്. അത് EK വിഭാഗം AP വിഭാഗവും അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സുന്നി ഐക്യത്തിൽ AP വിഭാഗത്തിൽ എന്തെങ്കിലും ഉപാധികൾ വെക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത്, അദ്ദേഹം അതിനു മുൻപ് സമസ്തയുടെ സമ്മേളനത്തിലും പറഞ്ഞത് വിട്ടുപോയവർക്കൊക്കെ തിരിച്ചു വരാം എന്നുള്ളതാണ്. ഈ തിരിച്ചു വരാം എന്ന് പറയുന്ന ടെർമിനോളജിയെ ഒരിക്കലും AP വിഭാഗം അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം AP വിഭാഗം പറയുന്നത് അവരാണ് ഒറിജിനൽ സമസ്ത, അപ്പോൾ തിരിച്ചു വരേണ്ടത് EK വിഭാഗമാണെന്ന് അവർ പറയും. പക്ഷേ ഈ ഐക്യം എന്നതിനെ അവർ അനുകൂലിക്കുന്നുണ്ട്. ലയനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ ലയനത്തിലേക്ക് പോകുമ്പോൾ അത് സംഘടനാപരമായ വിഷയങ്ങളുണ്ട്, സ്ഥാപനങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളുണ്ട്, പള്ളികൾ, മഹല്ലുകൾ, അങ്ങനെ പല വിഷയങ്ങൾ വരും. പക്ഷേ ഒരു സഹകരണം, ഐക്യം എന്ന രീതിയിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോം രൂപീകരിച്ച് ചില പ്രതിഷേധങ്ങൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ, സാമുദായിക വിഷയങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒന്നിച്ചു നിൽക്കുക, സുന്നികളുടെ ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. സുന്നികൾ വിഘടിച്ച് എന്നാൽ അത് സുന്നി വിഭാഗത്തിന് മേൽ മുജാഹിദ് വിഭാഗത്തിൻ്റെ, ജമാഅത്ത് വിഭാഗത്തിൻ്റെ ഒക്കെ കടന്നുകയറ്റത്തിനും ലിബറലിസത്തിൻ്റെ കടന്നുകയറ്റത്തിനൊക്കെ കാരണമാകും. അതുകൊണ്ട് രാഷ്ട്രീയ ശക്തിയായി ഐക്യപ്പെടുക എന്നുള്ളതായിരിക്കും സുന്നികൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. അതിലൊരു തടസ്സമായി നിൽക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ തന്നെയാണ്. കാരണം AP വിഭാഗം എല്ലാ കാലത്തും 1989 ശേഷം അവർ എല്ലാ കാലത്തും LDF-നൊപ്പമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ചിലയിടങ്ങളിലൊക്കെ UDF സ്ഥാനാർത്ഥികൾക്കും പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ EK വിഭാഗമാണെങ്കിൽ പരമ്പരാഗതമായി ലീഗിനെയും UDF-നെയും പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ലീഗിൻ്റെ ഏകപക്ഷീയമായ പിന്തുണയെ സമസ്തയ്ക്കകത്ത് നിന്ന് ഒരു വിഭാഗം എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏകപക്ഷീയമായി പിന്തുണ കൊടുക്കുന്ന ഒരു B ടീമായി പ്രവർത്തിക്കേണ്ടതില്ല. കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ, രാഷ്ട്രീയ നയങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ ശക്തിയായി മാറാം എന്നുള്ളതായിരിക്കാം ഈ സുന്നി ഐക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനൊരു കോമൺ പ്ലാറ്റ്ഫോം ഇരു വിഭാഗത്തിലെയും പ്രധാന നേതാക്കൾ ചേർന്ന് ഉണ്ടാവാനിടയുള്ള സാഹചര്യമാണ് ഉള്ളത്. നമുക്കിപ്പം മുബഷീർ കൂടിയുണ്ട്. മുബഷീറാണ് തങ്ങളുമായിട്ട് സംസാരിച്ചത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മുബഷീർ, ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നത് നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. സുന്നി ഐക്യം എന്നുള്ളത് ഏറെക്കാലമായി നമ്മൾ കാത്തിരിക്കുന്നതാണ്, ഏറെക്കാലമായി ചർച്ച ചെയ്യും. അതിൽ AP വിഭാഗം നേരത്തെ തന്നെ ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ സുന്നി വിഭാഗങ്ങളും ഐക്യപ്പെടണം എന്ന നിലപാടെടുക്കും. പക്ഷേ എന്തുകൊണ്ടും അതിങ്ങനെ നീണ്ടുപോയി. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ആ ഐക്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞു. അവർ 100ാം വാർഷിക സമ്മേളനത്തിൽ ആ പ്രമേയം തന്നെ അവർ പാസ്സാക്കുന്നു, ആ തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ അതിനെ AP വിഭാഗം പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ കരയ്ക്കടുക്കുകയാണ്. SNDP NSS ഐക്യം പോലെ പാളാൻ സാധ്യതയില്ലല്ലോ അല്ലേ മുബഷീർ? ഒരുമിച്ചുള്ളൊരു സഹകരണത്തിന് തന്നെ ഉള്ളൊരു പ്രഖ്യാപനമായിട്ട് ഒരുപക്ഷെ നാളെ നടക്കാൻ പോകുന്ന AP സമസ്തയുടെ പരിപാടി മാറുമെന്നുള്ളതാണ്. നേരത്തെ AP സമസ്ത കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ കേരളത്തിലുടനീളം ഒരു യാത്ര നടത്തിയ ഘട്ടത്തിൽ തന്നെ ഈ സുന്നി ഐക്യത്തെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്തിരുന്നു. അന്നും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ AP വിഭാഗം നേതാക്കൾ നടത്തിയിരുന്നു. മാതൃ സംഘടനയിലേക്ക് EK വിഭാഗം നേതാക്കൾക്ക് മടങ്ങി വരാമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്.
ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇരു വിഭാഗങ്ങളും അവകാശപ്പെടുന്നത് അവരാണ് ഔദ്യോഗിക വിഭാഗം എന്നുള്ളതാണ്. നമുക്കറിയാം മുസ്ലിം സമുദായത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്ന ഒരു ഭിന്നിപ്പായിരുന്നു AP, EK വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഭിന്നിപ്പും പിന്നീടുണ്ടായിട്ടുള്ള ഒരു വിഭജനവും. ഈ സമീപകാലത്തായിട്ടാണ് വീണ്ടും ഐക്യ ചർച്ചകൾ, ലയന ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EK വിഭാഗവും AP വിഭാഗവും അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അവർ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പറഞ്ഞു പരിഹരിച്ചുകൊണ്ട് മാതൃസംഘടനയിലേക്ക് പോയ ആളുകൾക്ക് തിരിച്ചു വരാമെന്നുള്ളതായിരുന്നു. പറഞ്ഞു പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലല്ലോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഇക്കാര്യത്തിലെ പ്രഖ്യാപനം AP വിഭാഗം നടത്തുമെന്ന് പറയുമ്പോൾ നാളെ എന്തായിരിക്കും കാന്തപുരം ഉസ്താദ് പറയാൻ പോകുക എന്നുള്ളത് തന്നെയാണ് നിർണായകം. അരുൺകുമാർ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ സുന്നി ഐക്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ള ചോദ്യം. ഒരുമിക്കണം എല്ലാവരും, അല്ലേ? ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഐകമത്യം മഹാബലം എന്നുള്ളതാണ്. ഒരുമിച്ച് നിന്നാൽ എതിർക്കുന്ന ഒരുപാട് പേർ, പ്രത്യേകിച്ച് ഒരു ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയത്തിൽ വിഭജിച്ച് പല തട്ടുകളിലായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. ഒരുമിച്ച് തന്നെ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. എല്ലാ വ്യത്യാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ.